താഴെ മുകളിലൂടെ ഒക്കെ പറന്നേ പറന്നു വന്നോണ്ടാ. ഞങ്ങളിപ്പോൾ പാരഗ്ലൈഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നേക്കാണ്. ഇതിപ്പോൾ ലാൻഡിങ് ഏരിയ ആണ് ഇപ്പോൾ പുറകെ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഏറ്റവും മുകളിൽ ഇപ്പോൾ കാണുന്ന കുന്നില്ല, അതിൻ്റെ മുകളിൽ എത്തണം. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങണേ. അപ്പോൾ അതിന് പാരഗ്ലൈഡിങ്ങിന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് ഇപ്പോൾ ഞാനിത് ഫോണിൽ എടുക്കുന്നത്, കാരണം നമുക്ക് ക്യാമറ കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. പിന്നെ ഇനി അവരാണ് നമുക്ക് ഷൂട്ട് ചെയ്ത് തരിക. എല്ലാം ഷൂട്ട് ചെയ്യുന്നതിനും എല്ലാത്തിനും കൂടി 2500 അവർ പറഞ്ഞത്. നമ്മൾ ബാർഗെയിൻ ചെയ്യുക, നല്ലപോലെ ബാർഗെയിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്ന 1800 രൂപയാണ് ഒരാൾക്ക് ഈ ഒരു പാരഗ്ലൈഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. 2500 അവർ ആദ്യം പറഞ്ഞതെന്ന് ഓർക്കണം. 1800 നമ്മുടെ പാരഗ്ലൈഡിങ് മാത്രമല്ല, അതിൻ്റെ കൂടെ ഫുൾ വീഡിയോയും കിട്ടും. അവർ നമ്മുടെ കയ്യിലൊരു GoPro തരും, അതിൽ ഷൂട്ട് ചെയ്യുന്ന വിഷ്വൽസ് നമുക്ക് അവർ തരും. അപ്പോൾ നിങ്ങളിവിടെ വരുമ്പോൾ ബാർഗെയിൻ ചെയ്യാൻ മറക്കാതിരിക്കുക. ഇത് ലാൻഡിങ് സ്പോട്ടാണ്. ഇനി എങ്ങനെയാണ് മുകളിലേക്ക് എത്തിക്കുക നമ്മളെന്ന് അറിയില്ല, എന്തെങ്കിലും വണ്ടിയുടെ സഹായത്തോടെ ആയിരിക്കാം. നമുക്ക് നോക്കാം. ചുറ്റുമുള്ള കാഴ്ചകൾ തന്നെ എന്ത് ഭംഗിയാണല്ലേ. ഇത് മേളിൽ കൂടെ ഒക്കെ വരുന്നുണ്ട്. ഇതാ ഇവിടുത്തെ കല്ലും കണ്ടോ. ഇവിടെ കുറച്ചും കൂടെ ഇപ്പം നല്ല വെയിലാണേ, കുറച്ചും കൂടെ ഒരു തണുപ്പ് വരുന്ന സമയമുണ്ടല്ലോ, ഇവിടെ ഫുള്ള് വെള്ളമായിരിക്കും. ഇത് ഫുള്ള് ഒരു എന്താ പറയുക, നല്ല കല്ലുകൾ. നമുക്ക് കൊണ്ടുപോകാൻ പറ്റാമെങ്കിൽ 2-3 പറക്കെങ്കിലും കൊണ്ടുവരാം. അത് ഫുൾ ആപ്പിൾ മരങ്ങളാണ് കേട്ടോ. ഇതായി കാണുന്നൊക്കെ ആപ്പിളാണ്. ഒരു ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോൾ എന്നാൽ നമുക്ക് ആപ്പിളൊക്കെ റെഡി ആയിട്ടിരിക്കുന്നത് നമുക്ക് ലൈവായിട്ട് പറിച്ച് കഴിക്കാനൊക്കെ പറ്റും. നമ്മുടെ ഗ്രൗണ്ടായത്. ചുറ്റുള്ള കാഴ്ചകൾ കണ്ടോ, അടിപൊളിയല്ലേ, സൂപ്പർ. അപ്പോൾ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മളിനി ഇറങ്ങാൻ പോവാണേ. ഇറങ്ങി താഴെ എത്തിയിട്ട് വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെയാണ് നമ്മൾ പാരഗ്ലൈഡിങ് ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണേ. അടിപൊളിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഞാനൊന്നും ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ പേടിച്ചു പോകുന്ന കരുതിയത്, പക്ഷെ അങ്ങനെയൊന്നുമല്ല. സൂപ്പർ, അടിപൊളിയാണ്. ഒട്ടും പേടി തോന്നുന്നില്ല കേട്ടോ. താഴെ നോക്കിയിട്ടൊന്നും പേടി തോന്നുന്നില്ല, കാരണം അടിപൊളി വിഷ്വൽസ് ആണ് നമുക്ക് ചുറ്റുമുള്ളത്. ബ്യൂട്ടിഫുൾ, സൂപ്പർ സൂപ്പർ. കുറെ നാളായിട്ടുള്ള ആഗ്രഹം ബക്കറ്റ് ലിസ്റ്റുള്ള സംഭവം അതിൽ നടന്നു. സംഭവം ആ സൂപ്പറാണ്. നമ്മൾ വന്ന് ചെയ്യണം, ചെയ്താൽ അറിയാൻ പറ്റുള്ളൂ. അടിപൊളി അടിപൊളി. നമ്മൾ മലകളുടെ മേളിലാണ്. സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. എന്തായാലും വന്ന് നോക്കണം. മേളിലാരൊക്കെ പേടിച്ചിരിക്കുകയാണ്. താഴെ വരുമ്പോൾ കാണാം. भाई आपका नाम क्या है? विशाल. विशाल, हाँ विशाल है हमारा गाइड यूट्यूब चैनल के लिए. ये विशाल भाई है हमारा गाइड. विशाल भाई हमें नीचे ले जाइए. കുറേ സംഭവമുണ്ട്, കുറേ പേര് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇഷ്ടംപോലെ സംഭവങ്ങൾ നമുക്ക് കാണാം. നമ്മൾ ആദ്യം ഓടി വന്നിട്ട് ജസ്റ്റ് ഒന്ന് കാല് നോക്കിയാൽ മാത്രം മതി. ബാക്കി സംഭവങ്ങളൊക്കെ ഓക്കെയാണ്. നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്. അവിടെ നിന്നൊക്കെ മഞ്ഞ് വരുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നത് കുളുകൾ. മണാലിയിലാണെങ്കിൽ ഫുൾ മഞ്ഞാണ്, പക്ഷെ കുളുകളാണ് കുറച്ചുകൂടി ഹൈറ്റ് വരുന്നത്. ഈ സബ്സെ ഊഞ്ച है ना? हाँ जी भैया. हाँ, इधर ഏറ്റവും മേളിലുള്ളതെന്ന് പറഞ്ഞു. കുറച്ചൊക്കെ അറിയാം. ഓക്കെ. നല്ല അടിപൊളിയായിട്ട്. ഞാൻ ആദ്യം പേടിച്ചു, എങ്ങനെ
തണുത്തിട്ടാണ്. തണുത്തിട്ട് ഇതൊക്കെ കണ്ടോ മേലേക്ക് കയറി പോണ പോലെ. നമ്മൾ ലാൻഡ് ചെയ്യാറായിട്ടോ. ലാൻഡ് ചെയ്ത സ്പോട്ട് നമുക്ക് താഴെ കാണാം. നമ്മളൊന്നുകൂടി വട്ടം കറങ്ങി ചെന്നിട്ടാണ് ലാൻഡ് ചെയ്യണത്. How was it? Super, bye. താഴെയുണ്ട്. കാലുകൾ സ്ട്രെയിറ്റ് വെച്ച് മതി, അവരുടെ ഒട്ടിക്കോളും. അപ്പൊ നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ്. എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ. Bye. അടിപൊളി. ലാൻഡ് ചെയ്തപ്പോൾ ചെറുതായിട്ടൊന്ന് വീട് നോക്കും, പക്ഷെ വെറുതെ വീണാണ്, കാര്യമായിട്ടൊന്നും അല്ല. ഇപ്പം ഇവർ ഈ സാധനങ്ങളൊക്കെ ഓടിയെടുക്കാം. Say time out नहीं. कोई नहीं थी मेरा टाइम रोज लैंड है. ഇത്രയും നേരം നിങ്ങൾ കണ്ടത് ഇവരുടെ ഗോപ്രോയിൽ എടുത്ത വിഷ്വൽസ് ആണ്. അപ്പൊ ഇനി ഞാൻ എണ്ണിക്കട്ടെ. അമ്മേ, ഇവര് ബെൽറ്റ് ഒക്കെ ഊരിട്ട് അതിന്റെ പുറകിൽ ഒരു ബാഗൊക്കെ കെട്ടിയേക്കുന്നുണ്ടോ? 10 കിലോ ഉണ്ടെന്നോ? ഈ പുള്ളി എവിടെ കയറി ഇരുന്നെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഇവരുടെ ഗോപ്രോയാണ്, നമ്മൾ ഇതിലാണ് വീഡിയോസ് എടുത്തത്. പിന്നെ ഫോട്ടോ നിങ്ങൾ അവിടെ ലാൻഡ് ചെയ്യില്ലേ, ലാൻഡ് ചെയ്യുന്ന ആദ്യം ലാൻഡ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ ചിലപ്പോൾ എടുത്തില്ല. ബാക്കിലൊക്കെ ലാൻഡ് ചെയ്യുന്നവർക്കൊക്കെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫോട്ടോ നമ്മൾ എടുത്ത് അവർ ചോദിച്ചുകൊണ്ട് വരില്ല വേണോ വേണോന്ന്, കാരണം ഫ്രീ അല്ലേ. നമ്മൾ അങ്ങോട്ട് ചെന്ന് അവരോട് ചോദിക്കണം ഫോട്ടോയുടെ കാര്യം കേട്ടോ. വീഡിയോ തരുമ്പോൾ തന്നെ ഫോട്ടോ ഉണ്ടോ നമ്മൾ ചോദിച്ചാൽ ഫോട്ടോ കിട്ടും. എൻ്റെ ഫോട്ടോ അവരെടുത്ത് തന്നില്ല, സാരില്ലല്ലേ, നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. പാരാഗ്ലൈഡിങ് വീഡിയോസ് നിങ്ങളൊക്കെ കണ്ടില്ലേ? നിങ്ങൾ കുളുമണാലിയിൽ വരുവാണെങ്കിൽ മിസ് ചെയ്യാതെ ചെയ്യേണ്ട ഒന്നാണ് ഈ പാരാഗ്ലൈഡിങ് എന്ന് പറയുന്നത്. നമുക്ക് ഒട്ടും തന്നെ പേടി തോന്നില്ല, പക്ഷെ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനും പറ്റും. അയ്യോ പേടിച്ചു, ഞാനോട്ടാ കാലിപ്പോൾ തന്നെ തലേ വീഴുന്നു. ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. പക്ഷെ കുളുമണാലിയിലെ കാഴ്ചകളൊന്നും തീരുന്നില്ല, അത് നമ്മുടെ അടുത്ത എപ്പിസോഡിലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. കുളുമണാലി കാഴ്ചകൾ പോലത്തെ ഇനിയും ഒരുപാട് ട്രാവൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.